ഇപ്പോൾ മറ്റൊരു ദൃശ്യം വരുന്നത് അജയ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖമനയുടെ മരണം ആഘോഷിക്കുന്നു ഇറാനിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെറുപ്പക്കാരും യുവതികളുമൊക്കെ അവിടെ നിരത്തിലുണ്ട്. അത് അമേരിക്കയുടെ ആഹ്വാനപ്രകാരമാണ് എന്ന് മനസ്സിലാക്കണം. ഖമനേയി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഖമനേയിയാൽ അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗം ജനതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അവിടെ അവരുടെ ആഹ്ലാദ പ്രകടനം ഇറാന്റെ തെരുവുകളിൽ സംഭവിക്കുന്നു. ഖമനയുടെ കൊട്ടാരം പൂർണ്ണമായും തകർന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഖമനയുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ദാ ചെറുപ്പക്കാർ, യുവാക്കൾ, ഇറാൻ ജനത അവിടെ ആഘോഷിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. മറ്റൊരു വശത്ത് ഖമനേയിക്ക് അനുകൂലമായ പ്രകടനം നടക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ അനുകൂല പ്രകടനം, ഇറാൻ ഭരണകൂടത്തിന് അനുകൂലമായ പ്രകടനവും മറ്റു തലത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രണ്ടു തലത്തിലാണ്. ഒന്ന്, ഖമനേയി കൊല്ലപ്പെട്ടതിൽ ആഹ്ലാദിച്ച് ഒരു വിഭാഗം പ്രകടനം നടത്തുന്നു. മറ്റൊരു തലത്തിൽ ഖമനേയിക്ക് അനുകൂലമായുള്ള പ്രകടനം, ഇറാന്റെ പരമോന്നത നേതാവിന് അനുകൂലമായ പ്രകടനം മറ്റു തലത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരയാവുകയാണ് അവർ. 3 രാജ്യങ്ങൾ സംയുക്തമായി, ലോകത്തെ 3 ശക്തികൾ സംയുക്തമായി, സൈനിക ശക്തികൾ സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. ഇതിനിടയിലാണ് ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഈ വിവരം ലഭ്യമാക്കിയാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് ട്രംപും ഒപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖമനേയിയുടെ മൃതദേഹത്തിന് ചിത്രങ്ങൾ കണ്ടു എന്നുള്ള വിവരങ്ങൾ കൂടി, ചിത്രങ്ങൾ അവരെ കാണിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാനിൽ 2 തലത്തിലുള്ള പ്രകടനങ്ങൾ. ഒന്ന്, ഖമനേയി അനുകൂലികളും മറ്റൊന്ന് ഖമനേയിയുടെ എതിരാളികളും. അത്തരത്തിലുള്ള പ്രകടനങ്ങളും, ഒരു ഭാഗത്ത് ഖമനേയി കൊല്ലപ്പെട്ടതിലുള്ള ആഹ്ലാദ പ്രകടനം, മറുഭാഗത്ത് ഖമനേയിയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം പുരോഗമിക്കുന്നു. അജയ്, വാർത്തകൾ സ്ഥിരീകരിക്കാറായിട്ടില്ല. നമുക്കറിയാം ഇനിയും അതിനൊക്കെ സ്ഥിരീകരണം വരണം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഉടനെ ഒന്നും അത് പ്രതീക്ഷിക്കേണ്ട. കാരണം മാനസികമായ ഒരു യുദ്ധമാണല്ലോ. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. യുദ്ധം, ഈ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന തിരിച്ചടി ചെറുതല്ല. അതത്ര പെട്ടെന്ന് അവർ സമ്മതിച്ചു തരികയുമില്ല. പക്ഷെ അപ്പോഴും ട്രംപിനെ പോലെയുള്ള ഒരാൾ ഇത്തരമൊരു അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോൾ അത് ഗൗരവമായി എടുക്കണം. വെറുതെ ട്രംപ് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാളുമല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുള്ളത്. പക്ഷേ ഇപ്പോൾ US-ഉം അതുപോലെ തന്നെ ഇസ്രായേലും ഇത് ആവർത്തിച്ച് തന്നെ അവകാശപ്പെടുന്നു. ഈ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഇതുവരെ ആരും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ വിദേശകാര്യമന്ത്രി ആയിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നാണ്. അല്ലാതെ ആരും തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോഴും മേഖലയിൽ കടുത്ത രീതിയിൽ തന്നെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹ്റൈനിൽ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ശക്തമായിട്ടുണ്ട്. പശ്ചിമേഷ്യ ഒട്ടാകെ മുഴുവൻ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നത് വിവരങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദുബായിലുള്ള ജബീൽ അലി പോർട്ടിൽ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഇറാൻ്റെ ഡ്രോണുകൾ പതിച്ചു. അതുപോലെ നിരവധി ഇവിടെയുള്ള ഷിപ്പിംഗ് ഉൾപ്പെടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ നിർണായകം തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം. ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം നിരവധി കപ്പലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർവീസുകൾ നിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. നിരവധി എണ്ണ കമ്പനികൾ ഇതുവഴി സർവീസ് താൽക്കാലികമായി നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചു എന്നുള്ള
എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു ഘടകമാണ്. ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ വലിയൊരു പങ്കും ഏതാണ്ട് ഒരു 0.5% നടക്കുന്നത് ഈ ഹോർമുസ് കടലെടുക്ക് വഴിയാണ്. വലിയ നിർണായകമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പാതയാണ്. ഇത് അടയ്ക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടാം. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത അത് കുറവ് വരാം. അതുപോലെ തന്നെ പല ഭക്ഷ്യവസ്തുക്കളുടെ സാമഗ്രികളുടെ ദൗർലഭ്യം നേരിടാം. ഇത്തരം പല പ്രശ്നങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു നിർണായകമായിട്ടുള്ള കപ്പൽ പാത അടഞ്ഞു കിടക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചും US-നെ സംബന്ധിച്ചും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അവരും തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ US ഇക്കാര്യത്തിൽ ഉടനടി ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ നമുക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം ഏത് നിമിഷവും ഉണ്ടായേക്കാം. ഈ വിഷയത്തിൽ ഖമനേയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത പറയേണ്ട സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ ഏറ്റവും മോശക്കാരനായ മോസ്റ്റ് എബിൾ പേഴ്സൺ ഇൻ വേൾഡ് കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഇപ്പോൾ CNN ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം CNN പുറത്തുവിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരണം. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടു എന്നിപ്പോൾ CNN വാർത്ത പുറത്തുവിടുന്ന പശ്ചാത്തലം ഏറെ നിർണായകമായ ഒന്നാണ്. ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ട ട്രൂത്ത് സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച പശ്ചാത്തലം. ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യലിനെ കുറിച്ച് ഇങ്ങനെയാണ്: ആയത്തുള്ള ഖമേനി, വൺ ഓഫ് ദ മോസ്റ്റ് ഏബിൾ പീപ്പിൾ ഇൻ ഹിസ്റ്ററി ഈസ് ഡെഡ്. ദിസ് ഈസ് നോട്ട് ഓൺലി ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇറാൻ ബട്ട് ഫോർ ഓൾ ഗ്രേറ്റ് അമേരിക്കൻസ് ആൻഡ് ദോസ് പീപ്പിൾ ഫ്രം മെനി കൺട്രീസ് ത്രൂ ഔട്ട് ദ വേൾഡ് that have been killed or mutilated by Khamenei and his gang of bloodthirsty. അതായത് ഏറ്റവും മോശക്കാരനായ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി കൊല്ലപ്പെട്ടു. നമുക്കറിയാം സദാം ഹുസൈനെ എങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം തീർത്തത് എന്നുള്ളത്, താലിബാൻ നേതാക്കളെ എങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം തീർത്തത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ രാജ്യത്തിൻ്റെ അമേരിക്കയിൽ നിൽക്കുന്ന പല ഭരണാധികാരികൾക്കെതിരെയും അവർ തീർത്ത നടപടികൾ നമുക്കറിയാം. ഖമേനി എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിനും ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. അത് സാധിച്ചിരിക്കുന്നു. അയത്തുള്ള ഖമേനി എന്ന ലോകം ഏറെ കാത്തിരുന്ന, ലോകമേറെ പഠിച്ചിരുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണത്. ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.